ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനമ്മ രമണിയോടായിട്ട് പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയൊക്കെ ദൈവാധീനം ഉള്ളവരാണെന്ന് പറയുമ്പോൾ അമ്മ പഴംപുരാണം പറയരുത് എന്ന് പറയുന്നുണ്ട് രമണി. ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ലേഖമോൾ എപ്പോഴും കാണുമെന്ന് വീണ്ടും ജാനമ്മ പറയുമ്പോൾ അവരുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് അമ്മ പ്രതാപൻ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതിയെന്ന് രമണി പറയുന്നു. തുടർന്ന് പ്രതാപൻ കൊണ്ടുകൊടുത്ത ഓണക്കൊടി കത്തിച്ചതിനെക്കുറിച്ച് രമണി ചോദിക്കുമ്പോൾ എനിക്കത് വേണ്ട എന്നും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് നീയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ രമണിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ജാനമ്മ. പിന്നീട് കണ്ണൻ കുഞ്ഞിനെ കുറച്ച് സമയത്ത് കാണാനുള്ള ലേഖയുടെ ആ വിഷമത്തെക്കുറിച്ചും നീ വേണം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെല്ലാം അനന്തുവിനോട് പറയുമ്പോൾ ഈ സമയത്ത് ഭാര്യയോട് എന്ത് പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവില്ല, കുഞ്ഞ് തന്നെ വേണമെന്ന് അനന്ത് പറയുന്നതും അപ്പോൾ നീയും അവളെപ്പോലെ തന്നെ ചിന്തിച്ചു തുടങ്ങിയോ എന്ന് കണ്ണൻ ചോദിക്കുന്നു. ഇതേ സമയം മഹി കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വരികയാണ്. ഇടയ്ക്ക് കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങളും ഓഫീസിലേക്ക് വരുന്നതിൽ തെറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടനൊന്ന് പറഞ്ഞാൽ മതി, കുഞ്ഞിനെ ഞങ്ങളും അങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ലേഖ. അങ്ങനെ കുഞ്ഞിനെ ലേഖയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ മഹി. ശേഷം ഇത്തവണത്തെ ഓണം നമുക്ക് പൊളിക്കണം എന്നെല്ലാം അനന്ത് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരെയൊക്കെ കൂട്ടി ഒരു സദ്യ അത് മതി എന്ന് കണ്ണൻ പറയുന്നു. തോമസ് സാറിനെ ഇങ്ങോട്ട് വിളിക്കാം എന്നൊരു അഭിപ്രായം ലേഖ പറയുമ്പോൾ സാറിന് അവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് സാറ് വരുമെന്ന് തോന്നുന്നില്ല എന്ന് മഹി പറയുമ്പോൾ എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പോകുന്നതിന് മുൻപായിട്ട് ജാനമ്മ വരുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുകയും ഉറക്കുകയൊക്കെ അവർ തന്നെ ചെയ്യോട്ടെ, നീ എതിർക്കാനൊന്നും പോകണ്ട എന്ന് മഹി പറയുമ്പോൾ അവരതൊക്കെ ചെയ്തോട്ടെ, പക്ഷേ കുഞ്ഞിനുള്ള പാല് ഞാൻ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അളവ് തെറ്റിപ്പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. അങ്ങനെ കണ്ണനും മഹിയും ഓഫീസിലേക്ക് പോകുന്നു. ശേഷം നീ ഇങ്ങനെ കുഞ്ഞിൻ്റെ പേരിൽ അധികാരം കാണിക്കുന്നതിൽ കണ്ണന് നല്ല ആശങ്കയുണ്ടെന്ന് അനന്ത് പറയുമ്പോൾ ഞാൻ എന്ത് അധികാരം കാണിച്ചു എന്നോ, കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴുള്ള ഒരു വിഷമം മറച്ചു വയ്ക്കാനാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, ജാനമ്മയുടെ മോനെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, ഹോസ്പിറ്റൽ ബില്ല് ഒരുപാടാണെങ്കിൽ നമ്മളത് പേ ചെയ്യണം, അത് അവർക്ക് വലിയ സഹായമാവുമെന്ന് പറയുമ്പോൾ ഇത് ഞാൻ കണ്ണേട്ടനോട് പറയാൻ വരികയായിരുന്നു, നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം തീർച്ചയായിട്ടും അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട് മഹി. ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് ഓഫീസിലേക്ക് പോകാം, കുറേ നാൾ കൂടിയല്ലേ താൻ ഓഫീസിലേക്ക് വരുന്നത്, അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകാം, എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജാനമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നു. ലേഖയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവരൊരു നല്ല സ്ത്രീയാണെന്നും കുറച്ച് നാൾ അവർ കുഞ്ഞിനെ നോക്കട്ടെ, ഓണം കഴിഞ്ഞ് കുഞ്ഞിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും കുഞ്ഞിനെ നോക്കാനും മറ്റ് സഹായങ്ങൾക്കുമൊക്കെ ജാനമ്മ തന്നെ വേണം, അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിർത്താൻ തന്നെ കണ്ണനും മഹിയും കൂടി തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലേഖ കുഞ്ഞിന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇതേ സമയം എൻ്റെ ജോലിയൊക്കെ മോള് ചെയ്യുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജാനമ്മ വരുന്നുണ്ട്. അപ്പോൾ അത് ലേഖയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, കുഞ്ഞിനെ കുളിപ്പിക്കലും പൗഡർ ഇടലും ഒക്കെ ഞാനാണ് ചെയ്യേണ്ടത് എന്ന് ജാനമ്മ പറയുമ്പോൾ ജാനമ്മ ഒരു കൂട്ടായിട്ട് കൂടെ നിന്നാൽ മതി, കുഞ്ഞിനെ ഒന്ന് ഒരുക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. എന്നാൽ പിന്നെ ഞാൻ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ കുഞ്ഞിനുള്ള പാല് തയ്യാറാക്കുന്ന സമയത്താണ് മൊബൈൽ റിങ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ എടുത്ത് നോക്കുന്നതും സാറാണല്ലോ വിളിക്കുന്നത്, എൻ്റെ നെഞ്ചെടുത്തിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ പ്രതാപൻ്റെ കോൾ എടുക്കുന്നു. തുടർന്ന് എന്തായെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഇവിടെ മോള് കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളുടെ അച്ഛനും അമ്മയും രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയെന്ന് ജാനമ്മ പറയുമ്പോൾ അനന്തുവിനെക്കുറിച്ച് പ്രതാപൻ ചോദിക്കുമ്പോൾ ആ സാറ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയി എന്ന് ജാനമ്മ പറയുന്നതും ഇത് തന്നെയാണ് പറ്റിയ അവസരം, ഞാൻ വിട്ട ആൾ പുറത്ത് തന്നെയുണ്ട്, എല്ലാം കണ്ട് അടുത്ത സമയം എനിക്ക് സിഗ്നൽ തന്നാൽ മതി, കൃത്യസമയത്ത് അവൻ അവിടെ എത്തുമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു സാറേ എന്ന് ജാനമ്മ പറഞ്ഞ് കരയുന്നതും ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് മോനും ഇൻഷുറൻസും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ കുടുംബം വിറ്റാൽ പോലും ആശുപത്രിയിലെ ബില്ല് കെട്ടാനായിട്ട് പറ്റില്ല, മാത്രമല്ല ഞാൻ അഡ്വാൻസ് തന്ന 1,00,000 രൂപയും കയ്യിലിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ഒരു ചെറിയ സഹായം ചെയ്തു തന്നാൽ മതി എന്ന് പ്രതാപൻ പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനമ്മ. തുടർന്ന് കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ തേക്കരുതെന്ന് പ്രതാപൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തതാണെന്ന് ജാനമ്മ പറയുന്നുണ്ടെങ്കിലും പ്രതാപൻ അത് വിശ്വസിക്കുന്നില്ല. ശേഷം എൻ്റെ ദൈവമേ അതൊരു ദൈവാധീനമുള്ള കുഞ്ഞാണ്, അതുകൊണ്ടാണ് അന്ന് അതിന് ഒന്നും സംഭവിക്കാതിരുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവോ, ആ കാലൻ പറയുന്നത് കേൾക്കാതിരിക്കാനും പറ്റില്ല, എന്നോട് പൊറുക്കണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചങ്ക പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ജാനമ്മ.
അങ്ങനെ ലേഖ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുകയാണ്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. തുടർന്ന് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, ജാനമ്മ കുഞ്ഞിനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ജാനമ്മയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ലേഖ കുളിക്കാനായിട്ട് പോകുന്നു. തുടർന്ന് ജാനമ്മ ഫോണെടുത്ത് ഒട്ടുപാലയെ വിളിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഹാളിൽ ഉറക്കി കിടത്തിയിരിക്കുകയാണെന്നും ഇങ്ങോട്ട് പോരാനും പറയുന്നു. അങ്ങനെ പരിസരത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒട്ടുപാല വരുന്നു. അയാളെ കാണുന്നതും ദേഹം മുഴുവൻ വിറയ്ക്കുകയാണ് കേട്ടോ ജാനമ്മയുടേത്. തുടർന്ന് ഒട്ടുപാല തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന നിലമോളെ എടുക്കുന്നു. അപ്പോൾ അയാൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതൊന്നും ആ ഒരു കാഴ്ച കാണാനായിട്ട് ത്രാണിയില്ലാത്തതുകൊണ്ട് തന്നെ അടുക്കളയിൽ മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ചങ്കിടിപ്പോടെ ജാനമ്മ. അങ്ങനെ ഒട്ടുപാല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവാണ്. പിന്നീട് ജാനമ്മ വന്ന് തൊട്ടിൽ നോക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന തൊട്ടിൽ കാണുമ്പോൾ താൻ ചെയ്ത ആ ഒരു വലിയ മഹാപാപത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലാകുന്നു. തുടർന്ന് ഏങ്ങലടിച്ച് കരയാണ് കേട്ടോ ജാനമ്മ. അപ്പോൾ ഇതേ സമയത്താണ് മഹി ജാനമ്മയെ വിളിക്കുന്നത്. കുഞ്ഞിൻ്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്, ഞാൻ ആ മോളോട് എന്ത് പറയും എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് ജാനമ്മ ഫോൺ എടുക്കുന്നത്. തുടർന്ന് മഹി പറയുന്നുണ്ട്, ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറിയെന്നും ജാനമ്മയുടെ മോൻ കിടക്കുന്ന അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ ബില്ലും ഞങ്ങൾ കെട്ടി, ഞാനും കണ്ണേട്ടനും ഡോക്ടറെ കണ്ടു, അപകടനില തരണം ചെയ്തു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ജാനമ്മയുടെ മരുമകളെയും കണ്ടു, മരുമകളുടെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റൽ ചിലവിനുള്ള കാശ്. ഇനി എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ജാനമ്മ ചോദിക്കാനായിട്ട് മറക്കരുത്, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് നെഞ്ചു പൊട്ടി പോവാണ് കേട്ടോ ജാനമ്മയുടെ. തുടർന്ന് ജാനമ്മയ്ക്ക് ഇന്ന് നേരത്തെ പോകണമെങ്കിൽ പോയിക്കോളാനും മഹി പറയുമ്പോൾ, വേണ്ട മോളെ, ഞാൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ജാനമ്മ. അപ്പോൾ ജാനമ്മ ഇങ്ങനെ കരച്ചിലോടുകൂടി പറയുമ്പോൾ ജാനമ്മ ഇനി എന്തിനാണ് വിഷമിക്കുന്നത്, മോനൊരു അബദ്ധം വരില്ല, എന്തായാലും ഞങ്ങൾ ഫൈനാൻസിസിലെത്തിയിട്ട് വിളിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം ഇങ്ങനെ ഒരു മോളോടും ഭർത്താവിനോടുമാണല്ലോ ദൈവമേ ഞാൻ ഈ ചതി ചെയ്തത്. ദേവരാജൻ്റെ കാലിലല്ല എൻ്റെ കാലിലായിരുന്നു പാമ്പ് കടിക്കേണ്ടിയിരുന്നത്. ആ ദുഷ്ടന് ആ കുഞ്ഞിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലല്ലോ. അതിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ഇനി എന്ത് സമാധാനം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ച് കരയുന്ന ജാനമ്മയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്